ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഫൗണ്ടേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ടൈപ്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് സെറ്റിൽമെൻറ്റ്, എന്താണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്നൊക്കെ നമ്മൾ അവസാനം പഠിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ്റെ പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആവും. സോ ആദ്യം തന്നെ നമുക്ക് പറയാം, രണ്ട് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ഈ ഷാലോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൗണ്ടേഷൻ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, അല്ലെങ്കിൽ എത്ര ടൈപ്സ് ഉണ്ട്? 8 ടൈപ്സ് ഉണ്ട്. ഇതും നമ്മൾ പറഞ്ഞതാണ്. ഇനി ഓരോ ടൈപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഇതാണ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ്. ആ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ഉള്ള ഫൗണ്ടേഷൻ. സോ isolated footing എന്ന് പറഞ്ഞാൽ it is provided for the column to transfer the load safely to the soil beneath. ഒരു കോളം അല്ലെങ്കിൽ വോൾ എന്നൊക്കെ നമ്മൾ പറയില്ല. അപ്പം ആ ഒരു കോളം ഉണ്ട്, ആ കോളത്തിൻ്റെ ആ ഒരു ലോഡ് സോയിലേക്ക് കൊടുക്കാൻ വേണ്ടി അതിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ആ കോളത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഐസൊലേറ്റഡ് ആ ഒരു ഫൂട്ടിംഗ് ആണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഓക്കെ, സോ ആ ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ഐസൊലേറ്റഡ് കോളം അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. So when the load on the column is less, a spread is given under the column, and this is called isolated footing. The footing can be of various type. A simple footing may be adopted for a light load. അപ്പോൾ ഇതിന് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സിമ്പിൾ ഫൂട്ടിംഗ്, അതുപോലെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, അതുപോലെ സ്ലോപ്ഡ് ഫൂട്ടിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ എലിവേഷൻ അഥവാ ഫ്രണ്ട് വ്യൂ. ഇത് അതിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടൊരു നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫൂട്ടിംഗ് ഒരു സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതാണ് സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ അതിൽ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ലോഡൊക്കെ ആണെങ്കിൽ അത് മതി. അപ്പോൾ ഇനി കുറച്ചും കൂടി ഹെവി ലോഡൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മീഡിയം ലോഡും ഹെവി ലോഡൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ മീഡിയം ലോഡ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റെപ്പ് ആയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ടാണ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ നോക്കിയാൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ ഒരു മീഡിയം ലോഡ് കണ്ടീഷനും, അതുപോലെ ഒരു ഹെവി ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുന്നത് എന്തിനായിരിക്കും? സ്ലോപ്ഡ് ഫൂട്ടിങ്ങിലേക്കായിരിക്കും. ഓക്കെ, സോ സ്ലോപ്ഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആൻഡ് സിമ്പിൾ ഫൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്ഡ് ആണെങ്കിലും സ്ലോപ്ഡ് ആണെങ്കിലും ഈ ഒരു കംപ്ലീറ്റ് വിട്ട് നമ്മൾ ഗ്രാജുവലി ആണ് അറ്റൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം, അവിടെ ഈ ഒരു വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് ഗ്രാജുവലി അറ്റൈൻഡ്. അപ്പോൾ ആദ്യം ഇത്രയായിരിക്കും, അതിങ്ങനെ മാറി മാറി ഫൂട്ടിങ്ങിലേക്ക്, നോർമൽ ഫൂട്ടിങ്ങിൻ്റെ ആ വിട്ടിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫൂട്ടിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത് ദാറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഇൻ സ്റ്റോൺ മാസൻറി, ബ്രിക്ക് വർക്ക്, കോൺക്രീറ്റ് ഓർ ഇൻ കോമ്പിനേഷൻ ഓഫ് ദീസ്. അങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്ത ഫൂട്ടിംഗ് എന്ന് പറയുന്നത് വോൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. വോൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ഈ ഫൂട്ടിംഗ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് എ കണ്ടിന്യൂസ് സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്ട്രക്ചർ നമുക്ക് താങ്ങി നിർത്തണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദ ലെങ്ത്തിൽ നമുക്ക് ഒരു സ്ട്രക്ചർ ഫൗണ്ടേഷൻ വേണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ വാൾ ഫൂട്ടിംഗ്. സ്ട്രിപ്പ് ഫൂട്ടിങ്സ് ആർ നോർമലി അഡോപ്റ്റഡ് ഫോർ ലോഡ് ബിയറിംഗ് വാൾ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഭിത്തികളൊക്കെ, നമ്മുടെ ഒരു 4 വശമുള്ള ഭിത്തി, ആ ഒരു ഭിത്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ലോഡ് ബിയറിംഗ് വാൾ ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് ആയിരിക്കും എന്ത്? ആ ഒരു അലോങ് ദ ലെങ്ത് ഓഫ് ദ വാൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇതും സിമ്പിൾ ടൈപ്പ് ആവാം അല്ലെങ്കിൽ സ്റ്റെപ്ഡ് ടൈപ്പും ആവാം. സോ ഇതിനകത്ത് സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് സിമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്, ഇതിനകത്ത് സ്റ്റെപ്പ് അല്ല. ഇതാണ് ഫൂട്ടിംഗ് കൊടുത്തിരിക്കുന്നത്, ആൻഡ് ദിസ് ഈസ് ദ വോൾ. ദെൻ ദ മിനിമം ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ്, അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റാങ്കൈൻസ് ഫോർമുല. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വയ്ക്കാം. മിനിമം ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ റാങ്കൈൻസ് ഫോർമുല. ക്യാപിറ്റൽ D is equal to P into 1 minus sin phi the whole square divided by W into 1 plus sin phi the whole square. P എന്ന് പറഞ്ഞാൽ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. P എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഇനി W എന്ന് പറഞ്ഞാലോ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇനി ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദ സോയിൽ, അതാണ് ഫൈ എന്ന് പറയുന്നത്. D is the minimum depth of the footing.
അപ്പോൾ ഡി കണ്ടുപിടിക്കാനായിട്ട് ഈ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഈ ഫോർമുലയും വേണമെങ്കിൽ ചോദിക്കാം. സോ ഈ ഫോർമുല നോക്കി വെക്കാം. ദെൻ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡെപ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് കിട്ടുന്നത് എങ്ങനെയാണ്? That can be obtained by dividing the load including dead load, live load and wind load. ഓക്കെ, അപ്പൊ ഡെഡ് ലോഡും അതുപോലെ ലൈവ് ലോഡും വിൻഡ് ലോഡും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് കിട്ടുന്ന ആ ലോഡ്, ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ദ അലോവബിൾ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. അതാണ് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, അതാണ് SBC എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കാണാം ബി ഈസ് ഈക്വൽ ടു, ബി എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ് ആണ്. അത് ഈസ് ഈക്വൽ ടു എന്താണ്? P ഡിവൈഡഡ് ബൈ SBC എന്നാണ്. അപ്പൊ P ഡിവൈഡഡ് ബൈ SBC. SBC എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ എന്നാണ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്തത് കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ് അങ്ങനെ വരാം. അത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു. അപ്പൊ അങ്ങനെ ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ് അല്ല, ഒരു ഫൂട്ടിംഗ് ഇതിപ്പോ ഈ കുറെ കോളംസ് ഉണ്ട്, ആ 2 or more കോളംസിന് വേണ്ടിയിട്ട് ഒരു ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എ കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കമ്പൈൻ ചെയ്തേക്കുവാണ്. അതായത് 2-3 കോളത്തിന് അല്ലെങ്കിൽ 2 അതിലധികമോ കോളത്തിന് വി ആർ പ്രൊവൈഡിങ് എ സിംഗിൾ ഫൂട്ടിംഗ്. Okay, so the shape of the footing is rectangular or trapezoidal. Rectangular type of footing ആവാം, അല്ലെങ്കിൽ trapezoidal ആവാം. And the shape of the combined footing is proportional such that എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ കുറെ കോളംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ കോളംസിന്റെ എല്ലാം സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഓക്കെ, ആ കോളംസ് എല്ലാം ചേരുന്ന അതിന്റെ ഏറ്റവും എല്ലാത്തിൻ്റെയും കൂടി ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി, ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ബി ദ സെൻട്രോയിഡ് ഓഫ് ദ ഫൂട്ടിംഗ് ഏരിയ. ഇപ്പൊ നമുക്ക് റെക്ടാങ്കുലർ ആയാലും അതുപോലെ ട്രപ്പീസോയിഡൽ ആയാലും അതിന്റെ ആ ഒരു സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ആ ഒരു ഡയഗണൽസ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മിഡ് പോയിന്റ് ഉണ്ടല്ലോ, ക്രോസിംഗ് പോയിന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ആ പോയിന്റും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലോഡ്സ് ഓൺ ദ ഫൂട്ടിങ്ങും എങ്ങനെയായിരിക്കണം? കോയിൻസൈഡ് ചെയ്യണം, ഒരേ പോയിന്റിലായിരിക്കണം. ആ രീതിയിലാണ് ഷേപ്പ് ഓഫ് ദ ഫൂട്ടിംഗ് സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇപ്പൊ ഇതിൽ അവിടെ 2 കോളംസ് ഉണ്ട്, ഈ 2 കോളംസിനും കൂടി ഈ ഒരു ഒറ്റ ഫൂട്ടിംഗ് കൊടുത്തേക്കുവാണ്. സോ ദിസ് ഈസ് കോൾഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ്. അതുപോലെ അടുത്തത് നോക്കൂ, ട്രപ്പീസോയിഡൽ ഫൂട്ടിംഗ്. ഇതാണ് ട്രപ്പീസോയിഡൽ ഷേപ്പിൽ ഫൂട്ടിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആ ഒരു ടോപ്പ് വ്യൂ നോക്കുമ്പോഴാണ് ആ റെക്ടാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പീസോയിഡൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഈ ഒരു കോളംസ് 2 കോളംസ് താങ്ങാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നു. അതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. സോ എപ്പോഴൊക്കെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്? വെൻ 2 ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്സ് ഓവർലാപ്പ്, അതുപോലെ when bearing capacity of the soil is less, requiring more area for the individual footing. അപ്പോൾ ഓരോ ഫൂട്ടിങ്ങിനും കുറേ ഏരിയ വേണ്ടി വരും, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യുക? ഈ കമ്പൈൻഡ് ടൈപ്പ് ആണ് പ്രിഫർ ചെയ്യുക. വെൻ ദ ഫൂട്ടിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് നിയർ ദ ബൗണ്ടറീസ് ഓഫ് ദ പ്ലോട്ട്, ഒരു പ്ലോട്ടിന്റെ ബൗണ്ടറിയിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. കമ്പൈൻഡ് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ കോളം ലോഡ്സ് വേരി കൺസിഡറബിളി. ആ ലോഡ് വേരി ചെയ്യുന്നുണ്ടെങ്കിലാണ്, കൺസിഡറബിളി വേരി ചെയ്യുന്നുണ്ടെങ്കിലാണ് ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് യൂസ് ചെയ്യുക. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്തത് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. ഇനി കണ്ടിന്യൂസ് ആണ്, കുറച്ച് മുമ്പ് പഠിച്ച കമ്പൈൻഡ് ആയിരുന്നു, ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആൻഡ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ 3 or more കോളംസ് ഇൻ എ റോ. 2 or more എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആദ്യം പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയായിരുന്നു? അതിന്റെ എല്ലാത്തിന്റെയും ആ സെൻട്രോയിഡിന്റെ കാര്യവും ആ ഷേപ്പിന്റെ കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. സോ ഇവിടെ സിംഗിൾ കണ്ടിന്യൂസ്ഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ആണ്, RCC ആണ് യൂസ് ചെയ്യുന്നത് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ 3 or more കോളംസ് ഇൻ എ റോ. സോ ഇത് മെയിൻ ആയിട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്, പല സ്ഥലത്തും പല ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. ആൻഡ് ഫോർ ദ സേഫ്റ്റി അഗെയിൻസ്റ്റ് എർത്ത് ക്വേക്ക്. ഓക്കെ, അപ്പൊ ഭൂകമ്പം അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ആ ഒരു സ്ട്രക്ചർ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്.
ഇനി അടുത്തതാണ് കാന്റിലിവർ ഫൂട്ടിംഗ്. കാന്റിലിവർ ഫൂട്ടിംഗ് കൺസിസ്റ്റ് ഓഫ് an eccentric footing for the exterior column and a concentric footing for the interior column. കാന്റിലിവർ ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റീരിയർ കോളം, ഇന്റീരിയർ കോളം, രണ്ട് കോളംസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ രണ്ട് കോളംസിൽ ഒരെണ്ണത്തിൽ എസെൻട്രിക് ഫൂട്ടിങ്ങും ഒരെണ്ണത്തിൽ കോൺസെൻട്രിക് ഫൂട്ടിങ്ങുമാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫിഗർ കാണിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്റ്റീരിയർ കോളം, ദിസ് ഈസ് ദ ഇന്റീരിയർ കോളം. അപ്പോൾ ഇവിടെ ഇടയ്ക്കായിട്ട് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒരു സ്ട്രാപ്പ്. ഓക്കെ, ആ ഒരു സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്നും പറയും ഈ കാന്റിലിവർ ഫൂട്ടിങ്ങിന്. അപ്പോൾ ഈ എക്സ്റ്റീരിയർ കോളം, ഇന്റീരിയർ കോളം, അപ്പോൾ ഈ ഒരു ഫൂട്ടിംഗ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ താഴെ ഈ ഒരു ഫൂട്ടിംഗ് ഉണ്ട്, കൂടാതെ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഇവിടെ എന്താണ്? ഒരു സ്ട്രാപ്പ് ഉണ്ട്. ഇപ്പം നോക്കാം, എ സ്ട്രാപ്പ് ഓർ എ കാന്റിലിവർ ബീം കണക്ട്സ് ദം. അപ്പോൾ രണ്ട് ഫൂട്ടിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ രണ്ട് ഫൂട്ടിങ് ഇതാണോ ഒന്ന് പറഞ്ഞെങ്കിൽ ഇതാണോ ഒന്ന് പറഞ്ഞത്, അങ്ങനെ രണ്ട് ഫൂട്ടിങ് കൂടി ചേർത്ത് കണക്ട് ചെയ്തൊരു സ്ട്രാപ്പും കൂടിയുണ്ട്. So these footings are used when it is impossible to place a footing directly below a column because of the limitations of boundary of the site or eccentric loading condition. അപ്പം ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബൗണ്ടറിയിലാവുമ്പോൾ നമുക്ക് വേറൊരാളുടെ പ്ലേസിലേക്ക് അതിർത്തി കടന്ന് അങ്ങോട്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോഴാണ് കാന്റിലിവർ ഫൂട്ടിംഗ്, അതായത് അവിടെ ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്തിട്ട് കുറച്ചും കൂടി സപ്പോർട്ട് ആവശ്യമുള്ളതുകൊണ്ട് വി വിൽ ലിങ്ക് വിത്ത് ദ അതർ ഫൂട്ടിംഗ് ഓൾസോ. ഓക്കെ, ആ ഒരു സ്ട്രാപ്പ് കണക്ട് ചെയ്യും. സോ ദ ലോഡ് ഓഫ് ദ ഇന്റീരിയർ കോളം കൗണ്ടർ ആക്ട് ആസ് ദ ലോഡ് ഫ്രം ദ എക്സ്റ്റീരിയർ കോളം. നമ്മുടെ എക്സ്റ്റീരിയർ കോളത്തിൽ നിന്നുള്ള ആ ലോഡും കൂടി ഇന്റീരിയർ കോളം എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ആ എക്സ്റ്റീരിയർ പോർഷനിലുള്ള ആ ഒരു കോളം അതിനെ ആര് സപ്പോർട്ട് ചെയ്യും? ഇന്റീരിയർ കോളം. കാരണം അതിന് എത്രയും വിട്ട് കൊടുക്കാൻ അവിടെ സ്പേസ് ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. സോ ആ ഒരു ലോഡും കൂടി ഇന്റീരിയർ കോളം കൂടി അത് സപ്പോർട്ട് ചെയ്യും. ദെൻ ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഈ സ്ട്രാപ്പ് ഫൂട്ടിംഗ്. അപ്പൊ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ കാന്റിലിവർ ഫൂട്ടിംഗ് തന്നെയാണെന്ന് ഓർക്കാം. അടുത്തതാണ് ഇൻവേർട്ടഡ് ആർക്ക് ഫൂട്ടിംഗ്, ആർച്ച് ഫൂട്ടിംഗ്, ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്. ഇപ്പം നമുക്കൊരു ആർച്ച് ഷേപ്പ്, ഓക്കെ, അപ്പോൾ ആർച്ച് ഷേപ്പിന്റെ ആ ഒരു ഇതിലേക്കാണ് വരുന്നത്. നമുക്ക് പറയാം, അതിന്റെ ഷേപ്പ് കാണിച്ചു തരാം. ഇൻവേർട്ടഡ് ആർച്ച് കണ്ടോ? ആ ഒരു ആർച്ച് ഷേപ്പ് അത് ഇൻവേർട്ടഡ് ഷേപ്പിലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. സോ ഇതെന്തിനാന്ന് വെച്ചാൽ ടു ട്രാൻസ്മിറ്റ് ദ ലോഡ് എബവ് ആൻഡ് ഓപ്പണിംഗ് ടു ദ സപ്പോർട്ടിംഗ് വാൾ. ഓപ്പണിംഗ് ടു ദ സപ്പോർട്ടിംഗ് വാൾ, സപ്പോർട്ടിംഗ് വാളിന്റെ ആ ഓപ്പണിംഗ് പാർട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് ഉള്ളത്. അപ്പോൾ രണ്ട് വോൾസ്, ഇപ്പോൾ നമുക്ക് ബേസിൽ രണ്ട് വോൾസ് ഉണ്ട് വിചാരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു ഡോറ് അങ്ങനെയുള്ള സെപ്പറേഷൻ, ഓപ്പണിംഗ് സെപ്പറേഷൻ ഉള്ള രണ്ട് വോൾസ് ആണെന്ന് വിചാരിക്കുക. സോ ആ രണ്ട് വോൾസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ബേസ്മെന്റ് അതായിരിക്കും, ആ ഫൂട്ടിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, in this the end columns are to be designed to resist the outward pressure. ആർച്ച് ആക്ഷൻ വരുന്നതുകൊണ്ടുള്ള ആ ഔട്ട്വേർഡ് പ്രഷർ അത് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എൻഡ് കോളംസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ടും ഡ്രെയിനേജ് വർക്കിന്റെ സപ്പോർട്ടിന്, ഡ്രെയിനേജ് റിലേറ്റഡ് റിസർവോയർ, ടാങ്ക്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അടുത്തത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ RSJ. RSJ എന്ന് വെച്ചാൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് സിംഗിൾ ടയറിലോ ഡബിൾ ടയറിലോ പ്ലേസ് ചെയ്യും. ഈ ഡബിൾ ടയർ ഗ്രില്ലേജ് ആണെങ്കിൽ ഒരു ടോപ്പ് ടയർ ഉണ്ടാവും, ബോട്ടം ടയർ ഉണ്ടാവും. ടോപ്പ് ടയർ ഈസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ബോട്ടം ടയർ. അപ്പോൾ ഈ ഒരു റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പം ഈ ഒരു ഫ്ലൈഞ്ചസ്, RSJയുടെ ഫ്ലൈഞ്ചസ് ഇങ്ങനെ വെക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറയുന്നത് 1.5 to 2 times the width of the flange അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ. ഒന്നെങ്കിൽ 1.5 to 2 times the width of the flange, അത് 30 സെന്റിമീറ്ററിൽ കൂടുതലാണെന്ന് നോക്കുക, അല്ലെങ്കിൽ 30 കൂടുതലാണെങ്കിൽ 30 സെന്റിമീറ്റർ ഗ്യാപ്പ് ഒഴിക്കുക. അപ്പം അത് ആ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് അപ്പർ ടയർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ, ഇതൊരു സ്റ്റീൽ കോളമാണ്. സോ ദിസ് ഈസ് ദ ബേസ് പ്ലേറ്റ്. ആൻഡ് ഇവിടെ നമ്മൾ കോൺക്രീറ്റ്, ഇതാണ് ലോവർ ടയർ എന്ന് പറയുന്നത്. ലോവർ ടയറും ഇവിടെ എന്താണ്? അപ്പർ ടയറും. ഇതിൻ്റെ ആ ഒരു ടോപ്പ് പൊസിഷൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ആൻഡ് ദിസ് പോർഷൻ ഈസ് ദ അപ്പർ ടയർ ആൻഡ് ദിസ് ഈസ് ദ ലോവർ ടയർ. ഇവിടെ എന്തും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? സ്റ്റീൽ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ ഈ സ്റ്റീൽ ജോയിസ്റ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ നട്ട്സ് അതുപോലെ പൈപ്പ് സെപ്പറേറ്റർ ഒക്കെ വെച്ചിട്ടാണ് അത് അതിൻ്റെ പ്ലേസിൽ വെച്ചിരിക്കുന്നത്. ആ റോൾഡ് സ്റ്റീൽ ജോയിൻസ് എല്ലാം കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തേക്കുവാണ്. നമുക്കിത് കാണാൻ പറ്റില്ല, ഇൻസൈഡ് കോൺക്രീറ്റ് ആണ് അതുള്ളത്. The entire arrangement of the rolled steel joints are completely embedded, and the concrete filling is provided not to take any load, but it keep the steel joist in position. അതുപോലെ act as a cover against the corrosion. കോൺക്രീറ്റ് മെയിനായിട്ടും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ടും അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ ഡെപ്ത് 15 ഫോർ ദ കോൺക്രീറ്റ് ബെഡ്, 15 സെൻറ്റിമീറ്റർ ഡെപ്തിലായിരിക്കും കോൺക്രീറ്റ് അതിൽ കവർ ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ദാറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഫോർ എ സിംഗിൾ കോളം ഓർ ഫോർ മോർ ദാൻ വൺ കോളം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിയാൽ മതി. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് സപ്പോർട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. സോ ദർ വിൽ ബി എ ബേസ് പ്ലേറ്റ് ആൻഡ് അപ്പർ ടയർ വിൽ ബി ദയർ, ദിസ് വൺ ആൻഡ് ദിസ് ഈസ് ദ ലോവർ ടയർ. ഈ ഒരു പോർഷൻസ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്പേസ് പറഞ്ഞത് ഇതാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വേണ്ടത്. റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ, ഇതാണ് ലാസ്റ്റ് ടൈപ്പ് വരുന്നത്, ഷാലോ ടൈപ്പിലെ ലാസ്റ്റ് വൺ വരുന്നത്. സോ ഇറ്റ് ഈസ് കമ്പൈൻഡ് ഫൂട്ടിംഗ് വിച്ച് കവർ ദ എൻറ്റയർ ഏരിയ ബെനീത്ത് ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ താഴെയുള്ള മൊത്തം ഏരിയ കവർ ചെയ്യുന്ന കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ്. അതാണ് മൊത്തം എന്ന് പറയുന്നത്, മാറ്റ്. ഓക്കെ, ആ ഷേപ്പിൽ. സോ ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ്, ഒരു RCC സ്ലാബ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ബീം and slab, inverted beam and slab. The load is transmitted to the soil by continuous slab covering the entire area. അങ്ങനെ ഒരു സ്ലാബ് അല്ലെങ്കിൽ RCC സ്ലാബ്, അതാണ് റാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ക്യാരി ചെയ്യേണ്ട ലോഡ് ഈസ് വെരി ഹെവി, പക്ഷേ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ഈസ് വെരി ലെസ്. പിന്നെ when isolated footings of each column require large area, that is when total footing area is more than half of the total area. Soil is sufficiently erratic such that differential settlement is suspected in highly compressible soil when localized weak spot and loose pockets in the soil mass are suspected. Weak spot അല്ലെങ്കിൽ loose pockets of soil mass ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ സോയിലിൽ അങ്ങനെ വീക്ക് പോർഷൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ it is preferred, raft foundation is preferred. Okay. So to counteract the effect of hydrostatic uplift, ആ ഒരു വാട്ടർ കണ്ടന്റ്, അടിയിലുള്ള വാട്ടർ കണ്ടന്റ് കാരണം ഉണ്ടാകുന്ന ഒരു അപ്ലിഫ്റ്റ് ഓഫ് ദ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ദാറ്റ് ബിൽഡിംഗ് പോസ്, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സോ അതൊക്കെ എഫക്റ്റ് ഒക്കെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് റാഫ്റ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സോ റാഫ്റ്റ് സ്ലാബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ റാഫ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഇതാണ് സെക്കൻഡറി ബീം എന്ന് പറയുന്നത്, ആൻഡ് ദിസ് ഈസ് ദ മെയിൻ ബീം ആൻഡ് ദീസ് ആർ ദ കോളം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ബീമും കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്ലാബും കൊടുത്തിട്ടുണ്ട്. ഇത് കോമ്പിനേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി റാഫ്റ്റ് ഫൗണ്ടേഷൻ സാധാരണ നമ്മൾ പറഞ്ഞു കോളം ലോഡ്, ആ കോളം ലോഡിൻ്റെ ആ ഒരു ഫുൾ ലോഡ് ദാറ്റ് ഷുഡ് ബി പാസ്ഡ് ടു ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഗ്രാഫ്റ്റ്. അപ്പോൾ റാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ട്രപ്പിസോഡിലും റെക്ടാങ്കുലറും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യം. അപ്പോൾ ആ കോളംസിൽ നിന്നുള്ള ആ ഒരു ലോഡ്, അത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിലൂടെ പാസ് ചെയ്ത രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു റാഫ്റ്റുകൾ പ്ലേസ് ചെയ്യുക. ആൻഡ് അതുപോലെ പ്രഷർ ഡെവലപ്ഡ് അണ്ടർ ദ ഫൗണ്ടേഷൻ യൂണിഫോം ആണ് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് റാഫ്റ്റ് ഫൗണ്ടേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്പ്. ഒന്ന് സോളിഡ് സ്ലാബ്, നമ്മൾ ആദ്യം പറഞ്ഞു സ്ലാബ് മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീം സ്ലാബ്, അല്ലെങ്കിൽ സെല്ലുലാർ, ഓരോരോ ഡിഫറെൻറ്റ് സെൽസ് പോലെ പല പല സ്ലാബ് സ്ട്രക്ചേഴ്സ് കണക്ട് ചെയ്തിട്ട്, അതാണ് ഉദ്ദേശിച്ചത് സെല്ലുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംഗിൾ സ്ലാബ് യൂസ് ചെയ്യുന്നത്, സിംഗിൾ സോളിഡ് സ്ലാബ് യൂസ് ചെയ്യുന്നത് വെൻ ദ കോളം സ്പേസിങ് അതുപോലെ ലോഡ് രണ്ടും സ്മോൾ ആണെങ്കിൽ, കോളം സ്പേസിങ്ങും ലോഡും സ്മോൾ ആണെങ്കിൽ. പക്ഷേ ഹെവി ലോഡ് വിത്ത് ലാർജ് സ്പേസിങ് ആണെങ്കിൽ ബീംസ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ മെയിൻ അതുപോലെ സെക്കൻഡറി ബീം രണ്ടും യൂസ് ചെയ്യും, ആ പിക്ചറിൽ കാണിച്ച പോലെ. ഇനി വെൻ ദ ലോഡ്സ് ആർ എക്സ്ട്രീംലി ഹെവി, two-way grid structure made deep beams as of cellular construction is used. ഒരു 2-way grid structure ആണ്
ഉണ്ടാക്കുക. ഓക്കെ, ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് ഒരെണ്ണം ഇടും. അപ്പം അങ്ങനെ സെൽ പോലെ ഒന്നിൽ കൂടുതൽ അല്ലേ, ആ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്ത് അങ്ങനെയാണ് അത് മേക്ക് ചെയ്യുക, ഒരു സെൽ പോലെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇനി നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീപ്പ് ഫൗണ്ടേഷൻസ് ആണ്. സോ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്ത്തിനേക്കാളും കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. വേരിയസ് ടൈപ്സ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈൽ ഫൗണ്ടേഷൻ ആൻഡ് വെൽ ഫൗണ്ടേഷൻ. അപ്പം ആ പേര് നോക്കിയാൽ പൈൽ ആൻഡ് വെല്ല്. പൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ ബിൽഡിങ്സ്, വലിയ ഒരുപാട് നിലയൊക്കെ ഉള്ള ബിൽഡിങ്സ് വരുമ്പോൾ പൈലടിച്ച് ഇറക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് കുറച്ചും കൂടി ഒരു അത്ര ബിയറിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത സോയിലാണെങ്കിൽ പ്രത്യേകിച്ചും അത് ആവശ്യമാണ്. നോർമൽ റേഞ്ചിലാണെങ്കിൽ പോലും, നോർമൽ റേഞ്ചിലുള്ള നമ്പർ ഓഫ് സ്റ്റോറീസ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ പോലും അത് ആവശ്യം വരും. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ സാൻഡ് പൈലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വെൻ ദ ലോഡ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു അണ്ടർഗ്രൗണ്ട് സ്ട്രേറ്റ ഓഫ് ഡ്യൂ ടു പുവർ ബിയറിംഗ് കപ്പാസിറ്റി പൈൽ ഫൗണ്ടേഷൻസ് ആർ അഡോപ്റ്റഡ്. അപ്പോൾ പുവർ ബിയറിംഗ് കപ്പാസിറ്റി ആണ് ആ സോയിലിന്. സോ ഒരു എന്താണ് ആ ബിയറിംഗ് കപ്പാസിറ്റിയിൽ, അപ്പോൾ ആ സോയിലിൻ്റെ ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് ആ ഒരു പോർഷൻ, ആ ഒരു അതേ ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അവിടെ സോയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതേ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ വി വിൽ പ്രൊവൈഡ് എ പൈൽ. പൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ലെൻഡർ സ്ട്രക്ചറൽ മെമ്പർ ആണ്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോൺക്രീറ്റ്, സ്റ്റീൽ, ടിമ്പർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ ടു ട്രാൻസ്ഫർ ദ ലോഡ്. ഓക്കെ, കോൺക്രീറ്റ് ആവാം, സ്റ്റീൽ ആവാം, ടിമ്പർ അത് തടിയാവാം, കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ആവാം, ടു ട്രാൻസ്ഫർ ദ ലോഡ്. അപ്പോൾ ഇതെന്തിനാണ് പൈൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഫൗണ്ടേഷൻ സോയിൽ ലൂസ് ഫൗണ്ടേഷൻ സോയിൽ ആയിരിക്കും, പക്ഷേ ഹാർഡ് സ്ട്രേറ്റ ഈസ് അവൈലബിൾ അറ്റ് എ ഡെപ്ത് ഓഫ് 10 to 15 മീറ്റർ. ഒരു 10-15 മീറ്ററിൻ്റെ താഴെ നമുക്ക് ഹാർഡ് സ്ട്രേറ്റ അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ മുകളിലുള്ളതൊക്കെ എന്താണ്, ലൂസ് സോയിലാണെങ്കിൽ അതുവരെ ആ സ്ട്രോങ് സ്ട്രേറ്റ വരെ നമുക്ക് എന്ത് കൊടുക്കണം, പൈല് കൊടുക്കണം. ആൻഡ് ഹെവി ഡെഡ് ആൻഡ് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് ആയാലും ലൈവ് ലോഡ് ആയാലും ഹെവി ലോഡ്സ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നു. Then position of the water table is likely to fluctuate. വാട്ടർ ടേബിൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ടൈപ്പ് സോയിലാണ്. ദെൻ അഡോപ്ഷൻ ഓഫ് അതർ ഫൗണ്ടേഷൻ ലൈക്ക് ഗ്രില്ലേജ് ഓർ റാഫ്റ്റ്, അതെല്ലാം എക്കണോമിക്കൽ അല്ലാത്ത സിറ്റുവേഷൻ ആവാം. ദെൻ നിയർ സീ ഷോർ അല്ലെങ്കിൽ റിവർ ബെഡ് വേർ ദ സ്കോറിംഗ് ആക്ഷൻ ഓഫ് ദ വാട്ടർ ഒക്കോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്കോറിംഗ് ആക്ഷൻ ഫ്ലഡ് വരുമ്പോൾ സമയത്ത് നിന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ സീഷോർ അല്ലെങ്കിൽ റിവർ ബെഡ് സ്ഥലത്തൊക്കെയും ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. And the subsoil water level is high such that pumping of water from the open trencher, നമ്മൾ അത് തന്നെയാണ് ഈ പൊസിഷൻ ഓഫ് വാട്ടർ ടേബിൾ ചേഞ്ച് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ആ സബ്സോയിലുള്ള വാട്ടർ ലെവൽ ഹൈ ആവുമ്പം ആ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് സംഭവിക്കാം. സോ അതർ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്, അൺഎക്കണോമിക്കലാണ്. Then the top layer soil has very low bearing capacity and when there are canals or deep drainage lines nearby, എല്ലാ വാട്ടർ റിലേറ്റഡ് തന്നെയാണ് ഈ പറയുന്നത്. ആൻഡ് ടോപ്പ് ലെയർ ഈസ് ഓഫ് എക്സ്പാൻസീവ് സോയിൽ. പിന്നെ ഇത് സ്യൂട്ടബിൾ ആവുന്ന വെയർ ദ ഡീപ്പ് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദ ഡിഫിക്കൽട്ടി ഓഫ് മെയിൻ്റെനൻസ് സൈഡ് ഓഫ് ദ ട്രെഞ്ച് ഫ്രം ഫോളിംഗ് ഡൗൺ. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ദ സൈഡ് ഓഫ് ദ ട്രെഞ്ച് ഫ്രം ഫോളിംഗ് ഡൗൺ. അപ്പം അവിടെ വേറെ ഒന്നുമല്ല പറഞ്ഞത്, ഡീപ്പ് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിങ്ങനെ ഡീപ്പായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു സൈഡ് ഓഫ് ദ ട്രെഞ്ച് ഫോളിങ്, ആ ഒരു അങ്ങനെ വരുന്ന നിയർ ദ ട്രെഞ്ച് ആ കുഴിക്കുന്ന ആ പോർഷൻ സൈഡ് ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന ടൈപ്പ് ആണെങ്കിൽ നമുക്കിത് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് പൈൽസ് എന്ന് പറയുന്നത് തന്നെ ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ്. നമുക്ക് 2 മെയിൻ കാറ്റഗറീസ് നോക്കിയാലോ, ഒന്ന് ലോഡ് ബിയറിംഗ് പൈൽ, അടുത്ത നോൺ ലോഡ് ബിയറിംഗ് പൈൽ. ലോഡ് ബിയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ലോഡിനെ താങ്ങുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഓഫ് 2 ടൈപ്സ്. എൻഡ് ബിയറിംഗും ഉണ്ട്, ഫ്രിക്ഷൻ പൈൽസും ഉണ്ട്. നോൺ ലോഡ് ബിയറിംഗ് ആണെങ്കിൽ കോമ്പാക്ഷൻ പൈൽസ് ഉണ്ട്, ഷീറ്റ് പൈലുണ്ട്, ആങ്കർ പൈൽസ് ഉണ്ട്, ബാറ്റർ പൈൽസ് ഉണ്ട്, ഫെൻഡർ പൈൽസ് ഉണ്ട്. And the piles which transfer the load from the superstructure to the soil are called load bearing pile. The piles which transfer the load from the superstructure to the soil are called load bearing pile. അതിൽ നമ്മൾ പറഞ്ഞു ലോഡ് ബിയറിംഗ് 2 ടൈപ്പാണ്, എൻഡ് ബിയറിംഗും ഉണ്ട്, ഫ്രിക്ഷൻ പൈൽസും ഉണ്ട്. പക്ഷെ മറ്റുള്ളത് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല, ജസ്റ്റ് ആസ് എ മെംബ്രെയിൻ ഓർ ആങ്കർ അണ്ടർ ദ സോയിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് അത് ഷീറ്റ്സ് ആയിട്ടോ ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആയിട്ടോ യൂസ് ചെയ്യുന്നു. സോ ആ ടൈപ്പാണ് പൈലാണ് നമ്മൾ പറഞ്ഞത് നോൺ ലോഡ് ബിയറിംഗ് എന്ന് പറയുന്നത്.
അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സോയിൽ പ്രൊട്ടക്ഷൻ വർക്കിന്, അതുപോലെ കൺഫൈൻമെൻറ്റ് വർക്ക് ഫോർ ദ ഫൗണ്ടേഷൻ, ഫോർ ഐസൊലേഷൻ ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഷീറ്റ് പൈല്, ആങ്കർ പൈല്, ഫെൻഡർ പൈല്, ബാറ്റർ പൈല്, അതൊക്കെ നോൺ ലോഡ് ബിയറിംഗ് പൈൽസ് ആണ്. അപ്പോൾ നമുക്ക് ഈ നെയിംസ് ആണ് ജസ്റ്റ് വേണ്ടത് കേട്ടോ. നോൺ ലോഡ് ബിയറിംഗ് ആണ് ഷീറ്റ്, ആങ്കർ, ഫെൻഡർ, ബാറ്റർ എന്നൊക്കെ ഓർക്കുക. ലോഡ് ബിയറിംഗ് ആണ് രണ്ടെണ്ണം ഉള്ളൂ, എൻഡ് ബിയറിംഗും ഫ്രിക്ഷൻ പൈൽസും ആണ്. ഈ എൻഡ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പൈൽസ് ഹാർഡ് സ്ട്രൈറ്റ് എവിടെയും വരെയുണ്ടോ അവിടെ വരെയാണ് കൊടുക്കുന്നത്. ഓക്കെ, so these piles rest on the hard strata available under the surface soil and that will transmit the load to it, and these will act as the column or pier. It is adopted where the hard strata is available at 10 to 15 meter. അപ്പോൾ അതിലാണ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. ദെൻ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ജനറേറ്റ് സഫിഷ്യൻറ്റ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ബൈ ഫ്രിക്ഷൻ. So that will driven up to a depth where the total frictional resistance developed will be sufficient for bearing the load. അത്രയും ഒരു ഡെപ്തിലായിരിക്കും കൊടുക്കുക. സോ അത് ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറഞ്ഞാൽ സഫിഷ്യൻറ്റ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നത് ബൈ ഫ്രിക്ഷൻ. അപ്പോൾ അത് ആ ഒരു 10 to 15 meters എന്നുള്ള ആ ഒരു നമ്പർ വരുന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അപ് ടു വിച്ച് ഡെപ്ത് ദ ടോട്ടൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഡെവലപ്ഡ് വിൽ ബി ഏബിൾ ടു ക്യാരി ദ ലോഡ് എന്നാണ്. അപ്പോൾ ആ പേരുകളും ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പിക്ചർ ഒന്നും വരച്ച് വേണ്ട. ദെൻ വെൽ ഫൗണ്ടേഷൻ. വെൽ എന്ന് പറയുമ്പോൾ കിണർ അല്ലേ, വെൽ ഫൗണ്ടേഷൻ. സോ ആ വെൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ബ്രിഡ്ജസ് അല്ലെങ്കിൽ വാട്ടർ കണ്ടെയ്നിങ് സ്ട്രക്ചേഴ്സ് ഒക്കെ, അതായത് റിസർവോയർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെവി അതുപോലെ ഡീപ്പ് ഫൗണ്ടേഷൻസ് വേണ്ടി വരും. ആൻഡ് ദീസ് ഫൗണ്ടേഷൻ ഷുഡ് ബി റെസ്റ്റിംഗ് ഓൺ ഹാർഡ് സ്ട്രേറ്റ വിച്ച് നോർമലി അറ്റ് ഹൈ ഡെപ്ത്. സോ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ദിസ് സിറ്റുവേഷൻ കോൾഡ് വെൽ ഫൗണ്ടേഷൻ. So a well foundation is a well type structure which built at the ground level and sunk into the soil at the required depth. സോ ഗ്രൗണ്ട് ലെവലിൽ ബിൽറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിക്വയർഡ് ഡെപ്തിലേക്ക് അതിനെ താത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ബ്രിഡ്ജ് പയർ വിൽ ബി റെസ്റ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വെൽ ഫൗണ്ടേഷൻ. നമുക്കറിയാം ബ്രിഡ്ജിൻ്റെ പയേഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബ്രിഡ്ജിൻ്റെ കാലുകളില്ലേ നമുക്ക് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന പോർഷൻ. സോ അത് ശരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്, ഈ ഒരു വെൽ ഫൗണ്ടേഷൻ്റെ മുകളിലാണ്. So bottom of the well is pledged with concrete. So the top is covered with a well cap, well-ന്റെ മുകളിൽ well cap, which is a thick concrete slab, and the bottom edge of the well foundation consists of a cutting edge. പോർഷൻസ് കാണിക്കാം. ഇപ്പോൾ മെയിൻ ആയിട്ടും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, വെൽ ഫൗണ്ടേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സർക്കുലർ ടൈപ്സ് എന്ന് പറയുന്നത് ഇതാണ്, ടൈപ്സ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. ഷേപ്പ് അനുസരിച്ചിട്ടാണെങ്കിൽ സർക്കുലാർ, അതുപോലെ ട്വിൻ സർക്കുലാർ, ഡബിൾ ഡി, ഡംബൽ, ദെൻ ട്വിൻ ഹെക്സഗണൽ, റെക്ടാങ്കുലർ എന്നീ ഷേപ്പുകളുണ്ട്. ജസ്റ്റ് ആ പിക്ചർ കാണിക്കാം. സോ ഇതാണ് സർക്കുലാർ, ട്വിൻ സർക്കുലാർ, രണ്ട് സർക്കുലാർ, അതുപോലെ ഇതാണ് റെക്ടാങ്കുലർ വെല്ല്, ഇതാണ് ട്വിൻ ഹെക്സഗണൽ, രണ്ടെണ്ണം ഉണ്ട് ഹെക്സഗണൽ, ഡംബൽ, ദെൻ ഡബിൾ ഡി. ഈ ഒരു ഷേപ്പിലാണ് എന്തുണ്ടാവുക, വെൽ ഫൗണ്ടേഷൻസ് ഉണ്ടാവുക. ആൻഡ് ദെൻ ഔട്ട് ഓഫ് ദീസ് ക്രോസ് സെക്ഷൻ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ് വെരി പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് വെൽ ഫൗണ്ടേഷൻ്റെ മെയിൻ പാർട്സ് ഇതൊക്കെയാണ്. ഒന്ന് വെൽ കർബ്, കട്ടിംഗ് എഡ്ജ്, സ്റ്റെയിനിങ്, ബോട്ടം പ്ലഗ്, ടോപ്പ് പ്ലഗ്, വെൽ ക്യാപ്പ്. ഇതൊക്കെ ആ പേരുകളൊന്ന് വായിച്ചു പോവുക. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒന്നും വേണ്ടെങ്കിൽ പോലും ഈ പിക്ചർ ഒന്ന് നോക്കുക. സോ ദിസ് ഈസ് എ വെൽ എന്ന് വരച്ചു. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് വെൽ ക്യാപ്പ്. വെൽ ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺക്രീറ്റ് ഷീറ്റ് പുറത്തുള്ള കവറിങ് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ടോപ്പ് പ്ലഗ്, ആൻഡ് ദിസ് പോർഷൻ ഈസ് കോൾഡ് സ്റ്റെയിനിങ്, സാൻഡ് ഫില്ലിംഗ് ഉണ്ട് ഇവിടെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ബോട്ടം പ്ലഗ്, ആൻഡ് കർബ് ഈസ് ദിസ് വൺ. ഓക്കെ, അതിൻ്റെ സെക്ഷൻ ടോപ്പ് വ്യൂ നോക്കിയാൽ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. സോ സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റൗണ്ടിലാണ് ഇതിരിക്കുക കേട്ടോ. അതൊരു സർക്കുലാറാണ് ഇത് കാണിച്ചിരിക്കുന്നത്, സർക്കുലാറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എന്താണ് വെൽ കർബ്? അതായത് വെല്ലിൻ്റെ വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ദ പാർഷ്യൽ സപ്പോർട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. ഇറ്റ് ഓൾസോ ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ദ സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഡ്യൂ ടു സാൻഡ് ബ്ലോ. ഓക്കെ, അപ്പോൾ സാൻഡ് ബ്ലോ കാരണമുള്ള സ്ട്രെസ്സൊക്കെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെൽ കർബ് ഉണ്ടായിരിക്കണം. സോ വെല്ലിൻ്റെ ആ വെയിറ്റ് സപ്പോർട്ട് ചെയ്യണം വിത്ത് പാർഷ്യൽ സപ്പോർട്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. ഓക്കെ, ദെൻ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഷാർപ്പ് ആംഗിൾ ഫോർ കട്ടിംഗ് ദ സോയിൽ വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് ടു വീക്ക്.
ഓക്കെ, ഇവിടെ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഷാർപ്പ് ആംഗിൾ ഫോർ കട്ടിംഗ് ദ സോയിൽ വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് ടു വീക്ക്. ഫോർ കോൺക്രീറ്റ് വെൽ, the lower portion of the cutting edge is wrapped with a steel plate which are anchored with a steel wrap. ആ കട്ടിംഗ് എഡ്ജ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റീൽ പോർഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ദ വെൽ സിങ്കിങ് ഓപ്പറേഷൻ, നമ്മൾ പറഞ്ഞു സിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു, താഴത്തേക്ക് താത്തി വിടുന്നു പറഞ്ഞില്ലേ. ആൻഡ് ദാറ്റ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് the well can be sunk under its own weight for all stages. So the thickness of the staining is designed according to this. Sand or soil is filled inside the staining. Usually the following values are adopted. ജസ്റ്റ് നോക്കുക, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ വെൽ എത്രയാണ്, അതിനനുസരിച്ചാണ് സ്റ്റെയിനിങ് തിക്നെസ് ഉണ്ടാവുക. സ്റ്റെയിനിങ്ങിൻ്റെ ഉള്ളിലാണ് സാൻഡ് ഫില്ല് ചെയ്യുന്നത്. സോ 3 മീറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് പോർഷൻ്റെ ഉള്ളിൽ സാൻഡ് ഫില്ലിങ്. ഓക്കെ, സോ ഓക്കെ 3 മീറ്റർ ആണ് ഔട്ട്സൈഡ് ഡയമീറ്റർ എങ്കിൽ സ്റ്റെയിനിങ് തിക്നെസ് 0.75 മീറ്റർ. 5 മീറ്റർ ഡയമീറ്റർ ഓഫ് ദ വെൽ ആണെങ്കിൽ സ്റ്റെയിനിങ് തിക്നെസ് ഈസ് 1.2 മീറ്റർ. 7 മീറ്റർ ആണ് ഔട്ട്സൈഡ് ഡയമീറ്റർ എങ്കിൽ 2 മീറ്റർ ആണ് സ്റ്റെയിനിങ് തിക്നെസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ബോട്ടം പ്ലഗ്. ബോട്ടം പ്ലഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ that is provided to balance the soil pressure including the pore water pressure. A ball shape is adapted to get the arch action. Normally ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞാൽ ടു ബാലൻസ് ദ സോയിൽ പ്രഷർ. ഓക്കെ, ഒരു ബോൾ ഷേപ്പ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ആർച്ച് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോട്ടം പ്ലഗ് നിങ്ങൾക്ക് അതിൻ്റെ സ്പേസ് ഇത് കണ്ടാൽ അറിയാം. ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷേപ്പ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ നോർമലി പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ് ബോട്ടം പ്ലഗിൽ യൂസ് ചെയ്യുന്നത്. ആ സാൻഡ് ഫില്ലിംഗ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ആണ് ഉദ്ദേശിച്ചത്. ദെൻ ടോപ്പ് പ്ലഗ് ആൻഡ് വെൽ ക്യാപ്പ്. ടോപ്പ് പ്ലഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സോയിൽ ഫില്ലിംഗ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സാൻഡ് ഫില്ലിംഗ് പറഞ്ഞല്ലോ, അതിന്റെ മുകളിലാണ് ടോപ്പ് പ്ലഗ്. ഇനി അത് കോൺക്രീറ്റ് കൊണ്ടാണ്. ആൻഡ് ദ വെൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെല്ലിന്റെ ക്യാപ്പ്. ദാറ്റ് സെർവ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ ദ പയർ ഓർ പയർസ്. ഒരു ബ്രിഡ്ജിന്റെ ആണെങ്കിൽ ബ്രിഡ്ജിന്റെ പയേഴ്സ് ഒക്കെ സ്റ്റാൻഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഇറ്റ് ഈസ് എ തിക്ക് കോൺക്രീറ്റ് സ്ലാബ് കാസ്റ്റ് എബവ് ദ സ്റ്റെയിനിങ്. ഏത് ഈ വെൽ ക്യാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ദ ഫൗണ്ടേഷൻ, അതായത് ഇപ്പം നമുക്ക് ഈ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഡ്യൂ ടു ദ കംപ്രഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ ഓഫ് ദ സോയിൽ അണ്ടർ ദ ഫൗണ്ടേഷൻ, അത് കാരണം ആ ഒരു ഡിഫോർമേഷൻ ഓഫ് ദ സോയിൽ അല്ലെങ്കിൽ കംപ്രഷൻ ഓഫ് ദ സോയിൽ കാരണം എന്ത് സംഭവിക്കും? ഈ ഫൗണ്ടേഷൻ താഴത്തേക്ക്, അതായത് നമ്മൾ പറയും താഴത്തേക്ക് ഇരുന്ന് പോവുക എന്ന് പറയും. അതോടെ ഫൗണ്ടേഷൻ താഴത്തേക്ക് ഇറങ്ങിപ്പോവുക. അപ്പം അങ്ങനെ ഒരു നോർമലി നടക്കേണ്ടാത്ത രീതിയിലാണ്. അപ്പം നമ്മളത് അങ്ങനെ ആയി പോകുന്ന ഒരു പ്രോസസ്സാണ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൽമെന്റ് ചിലപ്പോൾ പല ബിൽഡിങ്ങിന്റെ പല പോർഷനിലും പല രീതിയിലായിരിക്കും. ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഒരു സൈഡ്, ഒരു ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് മാത്രം ചെരിഞ്ഞ് താഴത്തേക്ക് പോകുന്നതും ഒക്കെ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. Settlement is different at different parts of the building, then it is called a differential settlement. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെറ്റിൽമെന്റ് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ, അപ്പോൾ ശരിക്കും ഇത് ഉണ്ടാവുന്നത് നമ്മുടെ സ്ട്രക്ചറിന്റെ വെയിറ്റ് താഴത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം. ഡെഡ് വെയിറ്റും ലൈവ് വെയിറ്റും ഒക്കെ ഡെഡ് ലോഡും ലൈവ് ലോഡും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അത് കാരണമാണ് വരുന്നത്. പിന്നെ സോയിലിനെയും ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഇൻക്രീസിങ് ലോഡ് ഓൺ ദ സറൗണ്ടിങ് സോയിൽ. അപ്പോൾ അവിടെ തന്നെ കുറേ ബിൽഡിങ്സ് വരുമ്പോൾ അടുപ്പിച്ച് വരുവാന്ന് വിചാരിക്കാം. അപ്പോൾ ആ സോയിലിലേക്കുള്ള ലോഡ് കൂടുവാണ്. ആൻഡ് അതുപോലെ വരാം ഡ്യൂ ടു ദ എക്സ്കവേഷൻ നിയർ ദ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ അടുത്ത് വേറൊരു കുഴിച്ച് വലിയ ആഴത്തിലുള്ള എക്സ്കവേഷൻസ് നടത്തുവാണ്. ഇറ്റ് ഓൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലോവറിങ് ഓഫ് ദ വാട്ടർ ടേബിൾ താഴെയായി പോകുന്നത്. വൈബ്രേഷൻ ഫ്രം മൂവിങ് മെഷീനറി, അതുപോലെ വെഹിക്കുലർ ട്രാഫിക് കാരണം ഉണ്ടാവുന്ന വൈബ്രേഷൻ, അതൊക്കെ കാരണമാകാം. സെറ്റിൽമെന്റ് ഈസ് കോസ്ഡ് ടു ദ ഡിറ്ററേഷൻ ഓഫ് കോൺക്രീറ്റ് ബൈ ദ കെമിക്കൽ ആക്ഷൻ ഓഫ് ദ സോയിൽ, സീ വാട്ടർ. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത കോൺക്രീറ്റിന്റെ ഡിറ്ററേഷൻ കാരണം ഉണ്ടാവാം. ഡ്യൂ ടു ദ മൈനിങ്, അതുപോലെ ടണലിംഗ് ഓപ്പറേഷൻ, സെറ്റിൽമെന്റ് ഓഫ് ഫൗണ്ടേഷൻ ക്യാൻ ടേക്ക് പ്ലേസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് കൊണ്ടൊക്കെ നമുക്ക് സെറ്റിൽമെന്റ് അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. സോ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് കാരണം ഉണ്ടാവുന്ന വെച്ചാൽ
ഫൗണ്ടേഷനകത്ത് നോൺ യൂണിഫോം ആയ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം, വളരെ ഒബിയസ് ആണ് അല്ലേ. നോൺ യൂണിഫോം ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പലയിടത്തും ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്, പലയിടത്തും പല സെറ്റിൽമെന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്. അതുപോലെ സോയിൽ തന്നെ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷന് താഴെയുള്ള സോയിൽ ഓരോ സ്ഥലത്തും പല രീതിയിലാണെങ്കിൽ, നോൺ യൂണിഫോം ആണെങ്കിലും സംഭവിക്കാം. ഇനി പെർക്കൊളേഷൻ ഓഫ് വാട്ടർ ഇൻ സം ഏരിയാസ് അണ്ടർ ദ ഫൗണ്ടേഷൻ. പെർക്കൊളേഷൻ എന്ന് വേറൊന്നുമല്ല, ഈ വെള്ളം ഊറി വരിക എന്ന് പറയില്ല. അപ്പൊ അങ്ങനെയുള്ള ഊറൽ, അങ്ങനെയുള്ള ഉറവ വരുന്ന, അങ്ങനെയുള്ള ഇപ്പോൾ പെർക്കുലേഷനൊക്കെ ഉണ്ട് വാട്ടറിന്റെ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കുറച്ചും കൂടി എന്താണ്, സിങ്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലേ. സോ ഓവർലാപ്പ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് സ്ട്രെസ്സസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അഡ്ജസന്റ് ഫൗണ്ടേഷൻ. നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസന്റ് വേറെ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഉള്ളതിന്റെ ഓവർലാപ്പ് കാരണം ഉണ്ടാവാം. ഓക്കെ, ദെൻ മാക്സിമം പെർമിറ്റഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിനാണെങ്കിൽ ഒരു 25 mm ഒക്കെയാണ്. ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 1/300 ലെസ് ആയിരിക്കണം. അങ്ങനെയാണ് കണക്ക്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു സെറ്റിൽമെന്റ്, ഒരു ഫൗണ്ടേഷൻ കൂടിയുള്ളൂ, മെഷീൻ ഫൗണ്ടേഷൻ. ഇപ്പൊ നമുക്ക് മെഷീൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ മെഷീന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്, മെഷീൻ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ മെഷീൻ കുറച്ച് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അതിനെ അവിടെ പ്ലേസ് ചെയ്യണം. So it is to support the dynamic forces produced by the operation of the machine in addition to static load. ആ മെഷീന്റെ വെയിറ്റ് മാത്രമല്ല, മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനും താങ്ങണം. സോ ദ ഫൗണ്ടേഷൻ ഡിസൈൻ ഫോർ ദ മോട്ടോർ, ജനറേറ്റർ, ഇപ്പൊ നമ്മൾ പവർ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ ആ ഒരു ഇത് ആവശ്യമുണ്ട്. So for the motor, generator, turbine, compressor, forge and drop hammer and machines having the applications of unbalanced forces, അതിനൊക്കെ നമുക്ക് ഈ ഒരു ഹാർമോണിക് വൈബ്രേഷൻ കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ എഫക്ട് ഓഫ് റെസണൻസ് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി, അതിന് നോർമലി ഉണ്ടാവുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസിയാണ് നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് ഒരു ഫ്രീ വൈബ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു സിസ്റ്റം, ആ ഒരു എന്ത് വസ്തുവാണോ അത് വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസിയാണ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി ദ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദ മെഷീൻ ദാറ്റ് ടെൻഡ്സ് ടു ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫൗണ്ടേഷൻ. അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫൗണ്ടേഷൻ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഫ്രീക്വൻസിയും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഓഫ് ദ മെഷീനും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് വളരെ ഹൈ ആകും. ആ വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് വെരി ഹൈ ആവും. സോ ദാറ്റ് വിൽ ബി ഇൻ റെസണൻസ് എന്ന് പറയാം നമുക്ക്. ഏകദേശം അത് റെസണൻസിൽ വന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഹൈ ആകുന്നത് കൂടാതെ ഫ്രീക്വൻസി, ആ വൈബ്രേഷൻ കൂടും അല്ലേ. സോ അത് ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെയാണ്. സോ അത് കൂടാതെ ലാർജ് സെറ്റിൽമെന്റും നടക്കും. So to avoid such a damage, the foundation should be designed in such a way that natural frequency of the foundation should be different from the operating frequency of the machine. A machine operating frequency, അതിൻ്റെ ഉണ്ടാവുന്ന വൈബ്രേഷൻ അതിനെ അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ അത് ആ ഫൗണ്ടേഷൻ്റെ ആ സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ടൈപ്സ് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ പ്രൊഡ്യൂസിങ് ദ ഇമ്പാക്ട് ഫോഴ്സസ്. ഇമ്പാക്ട് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പ്രസ്, അപ്പൊ എന്താണ് താഴേക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊടുക്കുന്ന ഫോഴ്സസ് ആണ് അല്ലേ, ഇമ്പാക്ട് ടൈപ്പ്. അതാണ് പ്രസ്, ഫോർജ്, ഹാമർ ഒക്കെ വരുന്നത്. സോ മെഷീൻ പ്രൊഡ്യൂസിങ് പീരിയോഡിക് ഫോഴ്സ് ഉണ്ട്, അതായത് കംപ്രസർ, എഞ്ചിൻ, അതിലൊക്കെ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ്. അതാണ് പീരിയോഡിക് ഫോഴ്സ് എന്ന് പറയുന്നത്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മെഷീൻസ് പ്രൊഡ്യൂസിങ് റോട്ടറി മോഷൻ ഉണ്ട്, മോട്ടോർ, ടർബൈൻ, അതൊക്കെ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ആണ്. അതർ ടൈപ്സ് മെഷീൻസും ഉണ്ട്. സോ അപ്പോൾ അതിനൊക്കെ ഓരോ ടൈപ്പ് മെഷീൻ ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷൻസ് നമുക്ക് നോക്കാം. ബ്ലോക്ക് ടൈപ്പ്, ഇതാണ് ഒരു ബ്ലോക്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ മെഷീൻ വരുന്നത്. ഇനി ബോക്സ് ടൈപ്പ് ഉണ്ട്, വാൾ ടൈപ്പ് ഉണ്ട്, ഫ്രെയിം ടൈപ്പ് ഉണ്ട്. ബ്ലോക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെഡസ്റ്റൽ കോൺക്രീറ്റ് ഓൺ വിച്ച് ദ മെഷീൻ റെസ്റ്റ്, പ്രൊവൈഡഡ് ഫോർ മെഷീൻ പ്രൊഡ്യൂസിങ് പീരിയോഡിക്കൽ, അതുപോലെ ഇമ്പസീവ് ഫോഴ്സസ് അറ്റ് ലോ സ്പീഡ്, അങ്ങനത്തെ ടൈപ്പിലുള്ള മെഷീൻസിനാണ് ഇത് യൂസ് ചെയ്യാം. ഇനി വാൾ ടൈപ്പ് ഉണ്ട്, അപ്പോൾ ഒരു പെയർ ഓഫ് വാൾസ് ഉണ്ടായിരിക്കും ഫോർ സപ്പോർട്ടിങ് ദ പ്ലാറ്റ്ഫോം ഫോർ മെഷീൻ, അതായിരിക്കും വാൾ ടൈപ്പ്. അടുത്ത ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ കൈസൺ ടൈപ്പ്, അതിൽ ഒരു ഹോളോ കോൺക്രീറ്റ് ബ്ലോക്ക് ആയിരിക്കും, അതിൻ്റെ മുകളിലായിരിക്കും മെഷീൻ ഉണ്ടാവുക. ഇനി ഫ്രെയിംഡ് ടൈപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ കോളംസ്, ഒരു ഹൊറിസോണ്ടൽ നെറ്റ്വർക്ക് ഓഫ് ഒരു ഫ്രെയിം ഉണ്ട്, ആ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്ത് വെർട്ടിക്കൽ കോളം ഉണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ നെറ്റ്വർക്ക് ഫ്രെയിം അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഫ്രെയിമിന് മുകളിലാണ് മെഷീൻ ഇരിക്കുക.
ഓക്കെ, അപ്പോൾ മെഷീൻ വർക്കിംഗ് അറ്റ് എ ഹൈ സ്പീഡ്, അതുപോലെ റൊട്ടേറ്റിംഗ് ടൈപ്പ് മെഷീൻ, അതിനൊക്കെ എന്താണ് മൗണ്ടഡ് ഓവർ ഫ്രെയിംഡ് ടൈപ്പ് ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ബ്ലോക്ക് ടൈപ്പ്, വോൾ ടൈപ്പ്, കേസൺ ഓർ ബോക്സ് ടൈപ്പ്, ഫ്രെയിംഡ് ടൈപ്പ്. ഇനി ഒരു മെഷീൻ ഫൗണ്ടേഷന്റെ ജനറൽ റിക്വയർമെന്റ്സും കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. So the foundation should transmit the superimposed load without causing shear or crushing. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ എങ്ങനെ ഉണ്ടായിരിക്കണം? ട്രാൻസ്മിറ്റ് ദ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് വിത്തൗട്ട് കോസിങ് ഷിയറും ക്രഷിംഗ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ട്രാൻസ്മിറ്റ് ദ ലോഡ് ആൻഡ് കമ്പൈൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് മെഷീൻ, അതുപോലെ ആ ഒരു ഫൗണ്ടേഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടും കൂടി ചേർന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ ലൈ ഇൻ ദ സെയിം വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ആസ് ദ സി ജി ഓഫ് ദ ബേസ് പ്ലേറ്റ്. ഫൗണ്ടേഷൻ സെറ്റിൽമെന്റ് മസ്റ്റ് ബി വിത്തിൻ അലോവബിൾ ലിമിറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു സെറ്റിൽമെന്റ് ഉണ്ടാവാൻ പാടില്ല. സോ ഇൻ നോ കേസ് റെസനൻസ് ഷുഡ് ടേക്ക് പ്ലേസ്. റെസനൻസ് ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. അത് മെഷീൻ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷനും കൂടി വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല. സോ therefore the natural frequency of the foundation soil system must be either too small or too large compared to the operating frequency of the machine. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.